നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അനന്തപത്മനാഭനെ വണങ്ങി ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. രാവിലെ 8 മണിയോടെയാണ് ക്ഷേത്ര ദർശനത്തിന് തുടക്കമിട്ടത്. ഇതോടെ ബി.ജെ.പിയുടെ ടെറാബൈറ്റ് പ്രചാരണത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇന്നു മുതൽ റോഡ് ഷോകളും വോട്ടർമാരെ നേരിൽ കാണലുമായി ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് പ്രചാരണം തലസ്ഥാനത്ത് കൊഴുക്കും. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയത്. കേന്ദ്രമന്ത്രിയെ കാണാൻ ബി.ജെ.പി. പ്രവർത്തകരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. വിമാനത്തിൽ നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി ഗംഭീര സ്വീകരണം ഒരുക്കിയിരുന്നു. ബി.ജെ.പി. എൻ.ഡി.എ. സംസ്ഥാന നേതാക്കൾ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ അടക്കം നിരവധി നേതാക്കൾ സ്വീകരണ ചടങ്ങിൽ പങ്കാളികളായി. തുടർന്ന് അകമ്പടി വാഹനങ്ങളുമായി തൈക്കാട് ജില്ലാ കാര്യാലയം വരെ റോഡ് ഷോയും സംഘടിപ്പിച്ചിരുന്നു. വാഹന റാലി കടന്നുപോയ വഴികളിലുടനീളം തങ്ങളുടെ സ്ഥാനാർത്ഥിക്കായി വൻ സ്വീകരണമാണ് ബി.ജെ.പി. ഒരുക്കിയിരുന്നത്. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ഇലക്ഷന് പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥി എത്തിയതോടെ വലിയ ഉത്സാഹത്തിലാണ് നേതാക്കളും പ്രവർത്തകരും. 15 വർഷമായി ശശി തരൂരിന് സാധിക്കാത്തത് തനിക്കാവും എന്ന വിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മത്സര രംഗത്തുള്ളത്. അടിപതരാതെ വീഴാൻ ശശി തരൂർ ശ്രമിക്കുമെങ്കിലും ദേശീയതയും വികസനവും മുൻനിർത്തി വോട്ട് ഭൂരിപക്ഷത്തിൽ മുൻപന്തിയിലെത്താനാവും രാജീവ് ചന്ദ്രശേഖറുടെ ശ്രമവും.